സാനിയ മനോമി കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. സാനിയ മനോമി, ഇടതുപക്ഷ ക്യാമ്പിൽ എങ്ങനെയാണ് ആത്മവിശ്വാസം? ഇന്ന് UDF കൺവെൻഷൻ കഴിയുമ്പോൾ എങ്ങനെയാണ് LDF വരും ദിവസങ്ങളിൽ പ്രചരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അടവുകൾ എന്തൊക്കെ സാനിയോ? അരുൺകുമാർ, കൃത്യമായി ഭരണത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് LDF ഓരോയിടത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൻഷൻ തന്നെയാണ് ഇവിടെയും പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തുന്നത്. പെൻഷൻ തുക ഉയർത്തിയതും കുടിശ്ശിക കൊടുത്തു തീർത്തതും ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ ഓരോയിടത്തും പറയുന്നു. ഇന്നിപ്പോൾ നടന്നത് ഓരോ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുള്ള കൺവെൻഷനുകളാണ്. ഇനി മുഖ്യമന്ത്രി വരും, ഓരോ പഞ്ചായത്തിലെയും കൺവെൻഷനുകളിൽ അദ്ദേഹം പങ്കെടുക്കും. നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, പല കൺവെൻഷനുകളിലും മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തിലെയും കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നത്. അതിന് സമാനമായ രീതി തന്നെയായിരിക്കും നിലമ്പൂരും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും UDFന്റെ ഈ കൺവെൻഷൻ കഴിഞ്ഞതോടുകൂടി LDFന് കുറച്ചുകൂടി ആത്മവിശ്വാസം വന്നു എന്ന് വേണം പറയാൻ. കാരണം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു, പങ്കാളിത്തം കുറവുണ്ടാകുന്നു എന്ന് സംശയം LDF പ്രകടിപ്പിക്കുന്നു. അതൊക്കെ നോക്കുമ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമാണ് എന്നാണ് LDF ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വിവരം എന്നുള്ളത്. മറ്റൊരു വിവാദമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതായത് TM സിദ്ദിഖിൻ്റെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ SDPIയുടെയും അടക്കം എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് പറഞ്ഞത് നവമാധ്യമങ്ങളിലടക്കം വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അതിനിപ്പോൾ എന്താണ് മറുപടി എന്നുള്ളതടക്കം നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു വിവാദം ഒഴിച്ചാൽ ഇടതുമുന്നണിക്ക് മറ്റ് വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്ഥാനാർത്ഥിയും അതേസമയം വലിയ ആത്മവിശ്വാസത്തിലാണ്. നിലമ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥി അടക്കമുള്ള CPMന്റെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നു. ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കും അടക്കം വളരെ ആവേശം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ.